Hi friends, welcome to Cybertech channel. അപ്പോൾ നമ്മൾ നോക്കുന്ന ഈ Amazon Fire TV Stick ഇതൊരു സ്ട്രീമിംഗ് ഡിവൈസ് ആണ്. നമുക്ക് Netflix, Prime, Hotstar അങ്ങനെയുള്ള എല്ലാ OTT ആപ്സും യൂട്യൂബ് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീമിംഗ് ഡിവൈസ് ആണിത്. ഇതിൽ നമുക്ക് കാണാം ഒരു മൈക്രോ USB പോർട്ട് മാത്രമേ ഇതിലുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിക്കാം. വേറൊരു കണക്ടിവിറ്റിയും പറ്റില്ല. ഡയറക്റ്റ് ടിവിയുടെ HDMI പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പവർ കേബിൾ ഈ ഒരു പോർട്ട് വഴി മൈക്രോ USB പോർട്ട് വഴി നമ്മൾ കറണ്ടിൽ കൊടുക്കും. ഇത് രണ്ടേ ഉള്ളൂ ഇതിന്റെ കണക്ടിവിറ്റി. ഇതിൽ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാനോ നമുക്ക് ഗെയിമിങ്ങിന്റെ ജോയ്സ്റ്റിക്കിന്റെ ഡോങ്കിൾ കണക്ട് ചെയ്യാനോ ഒന്നും ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ എങ്ങനെ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ കാണിക്കാം ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ടല്ലേ, ഇവിടെ ഒരു മൈക്രോ USB കണക്ട് ചെയ്യാനുള്ള അത് പവറിന് വേണ്ടിയിട്ടാണ്, കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു HDMI പോർട്ട് മാത്രമേ ഈ ഒരു ഡിവൈസിനുള്ളൂ. നമ്മൾ ഡയറക്റ്റ് TV പ്ലഗ് ചെയ്യണം. അപ്പോൾ ഇതിന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു കേബിളാണ്. ഓൺക്രോ പ്രീമിയം ക്വാളിറ്റി മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കേബിൾ എന്നൊരു OTG കേബിളാണ്. ഇതൊരു OTG പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അധികം ഇല്ല. നമ്മൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 899 പക്ഷേ അത്രയും രൂപ കൊടുക്കണ്ട. പക്ഷേ ആ കേബിൾ നിങ്ങളെന്നെ കാണിക്കാം. ഇതാണ് ആ OTG കേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇതിനകത്ത് ഒന്ന് മൈക്രോ USB ആണ്. അതുപോലെ തന്നെ ഒരു മൈക്രോ USBയുടെ ഫീമെയിൽ പോർട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പെൻഡ്രൈവിൻ്റെ ഫീമെയിൽ പോർട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേബിൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഫയർ TV സ്റ്റിക്കിൽ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഈ ഒരു പവർ കേബിൾ. ഇത് പവർ എന്ന് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിവിടെ കാണാം പവറാണ്. പക്ഷേ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ വാങ്ങിച്ച ആ കേബിൾ കണ്ടില്ലേ, അതിൽ ഇതിനകത്ത് നമുക്കൊരു മൈക്രോ USB കേബിൾ ഉണ്ട്. അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ടല്ലേ. മൈക്രോ USBയുടെ പവർ എടുക്കുന്നൊരു പിൻ അവിടെ ഉണ്ട്. ആ പിൻ നമ്മളിത് കണക്ട് ചെയ്തു. ഫീമെയിൽ പോർട്ടല്ല കണക്ട് ചെയ്തത്, ഫീമെയിൽ പോർട്ടൽ കണക്ട് ചെയ്തത്, മെയിൽ പോർട്ടാണ് അവിടെ കണക്ട് ചെയ്തത്. ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു പോർട്ടിൽ നമ്മൾ അതിൻ്റെ പവർ കണക്ട് ചെയ്യണം അല്ലേ. ഈ ഒരു പോർട്ടിൽ ഇനിയും നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന കേബിൾ എടുത്ത് നമ്മൾ ഈ പോർട്ടിൽ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ കറണ്ടിൽ നിന്ന് വരുന്ന കേബിൾ എടുത്തിട്ട് ആ ഫീമെയിൽ പോർട്ടിൽ കണക്ട് ചെയ്തു. കണ്ടില്ലേ. ഇനി നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനി പവർ കണക്റ്റ് ആവും, നമ്മുടെ ഡിവൈസ് ഓൺ ആകും. അപ്പോൾ നമുക്ക് ഈ ആമസോൺ ഡിവൈസ് ഓൺ ആവാൻ വേണ്ടി ഇത്രയും നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഇനിയാണ് നമുക്ക് ഈ ഒരു പോർട്ടിലാണ് നമുക്ക് പെൻ ഡ്രൈവോ നമുക്ക് എന്താണ് വേണ്ടുന്നത്, നമുക്കിപ്പോൾ ഗെയിമിൻ്റെ ജോയ്സ്റ്റിക്കോ, ഞാൻ എക്സാമ്പിൾ ഗെയിമിൻ്റെ ജോയ്സ്റ്റിക്ക് കാണിക്കും. ഈ ഒരു ഇത് ഗെയിമിൻ്റെ ജോയ്സ്റ്റിക്കാണ്. ഇത് കണക്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ ആ ഗെയിമിൻ്റെ ജോയ്സ്റ്റിക്ക് നമ്മുടെ HDMI ഫയർസ്റ്റിക്കിൻ്റെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ടല്ലേ. ഇതിൽ നമ്മൾ ഇവിടെ ഒരു മെയിൽ പോർട്ട്, ഇത് ഫീമെയിൽ പോർട്ട് പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻ ഡ്രൈവിനോ അല്ലെങ്കിൽ നമ്മുടെ ഡോങ്കിളിന് വേണ്ടിയുള്ളൊരു പോർട്ട്, അതിൽ ഞാൻ ഡോങ്കിൾ കണക്ട് ചെയ്തു. ഞാനത് പവർ TVയിൽ കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഡോങ്കിൾ, നമ്മുടെ ഗെയിം പാഡിൻ്റെ ഡോങ്കിളാണ് നമ്മൾ ആമസോൺ ഫയർസ്റ്റിക്കിൻ്റെ ആ OTG കേബിൾ കണക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതെൻ്റെ പഴയ ഞാൻ ഉപയോഗിക്കുന്ന ഗെയിം പാഡാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇത് പ്രസ് ചെയ്യുമ്പോഴും അല്ലല്ലേ ഫയർ TVയുടെ സെറ്റിങ്സ് ഒക്കെ മാറുന്നു, പിന്നെ ആപ്പുകൾ നാവിഗേറ്റ് ചെയ്യുന്നതൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കിത് വെച്ച് ഓപ്പൺ ചെയ്യാം. ഈ A ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പൺ ആവും. ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ആപ്പ് ഓപ്പൺ ആയി. പിന്നെ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. ഞാൻ ഒരു ഗെയിം പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത് ഇത് 3 എണ്ണമാണ്. ഒന്ന് ബാറ്റ് ലാൻഡും അതുപോലെ ഈ ബീച്ച് ബഗ്ഗി എന്ന് പറയുന്ന ഗെയിമാണ്. ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഓപ്പണായി. നമുക്കിനി കൺട്രോളർ വെച്ചിട്ട് നമുക്ക് ഗെയിം സെലക്ട് ചെയ്യാൻ പറ്റും. കരിയർ സ്മൂത്തായിട്ട് നമുക്കിതിൽ ഗെയിം കളിക്കാൻ പറ്റും. അധികം ഹെവി ഗെയിംസ് അല്ല, ഈ ലൈറ്റ് വെയ്റ്റ് ഗെയിംസ്, ലൈറ്റായിട്ടുള്ള ഗെയിംസ് നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് കളിക്കാൻ പറ്റും. കണ്ടില്ല, ഒരു ലാഗോ ഒരു പ്രശ്നങ്ങളോ ഇല്ല. ഇതൊരു 4K സ്ട്രീമിംഗ് ഡിവൈസാണ്. ഫുൾ HD അല്ല, പക്ഷേ ഇത് നല്ല സ്മൂത്തായിട്ട് ചെറിയ ഗെയിംസ് കളിക്കാൻ പറ്റും. ഈ ഒരു കേബിൾ യൂസ് ചെയ്ത് നമ്മൾ ഡോങ്കിൾ കണക്ട് ചെയ്തിട്ട് ഗെയിം പാഡിൻ്റെ. അതല്ലേ.
ഇനി നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കാം. പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിനി പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോർട്ടില്ലേ, നമ്മൾ ആ ഒരു ഫീമെയിൽ USB പോർട്ടിൽ നിന്ന് ഈ ഗെയിം ഡോങ്കിൾ ഊരി മാറ്റിയിട്ട് നമുക്കത് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ അത് ഊരി മാറ്റിയിട്ട് അത് പെൻഡ്രൈവ് ആക്കിയാണ്ടല്ലേ, പെൻഡ്രൈവ് കണക്ട് ചെയ്തു. നമുക്കിതിന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഒരു ഫയർ ടി വി സ്റ്റിക്കിലെ പെൻഡ്രൈവ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനല്ല, നമുക്കത് കാണണമെങ്കിൽ നമ്മൾ ഒരു ഫയൽ എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഒരു ഫയൽ മാനേജർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സെർച്ച് ബട്ടണിൽ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ സെർച്ചിൽ പോയിട്ട് നമുക്ക് ഫയൽ മാനേജർ സെർച്ച് ചെയ്യാം. നമുക്കതിൽ നിന്ന് ഇഷ്ടമുള്ള ഫയൽ മാനേജറും നമുക്ക് ചെക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ആയി. ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഹോമിൽ വന്നു. അതിൻ്റെ ആപ്പിൻ്റെ ഹോമിൽ വന്ന് ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയാണ്. ആകെ ഒരു 5 GB ആയതുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി അവൈലബിൾ ഉള്ളൂ. ടോട്ടൽ 8 GB ആണ്, അതിനകത്ത് 5 GB അവൈലബിൾ ഉള്ളൂ. നമ്മളത് ഓൾമോസ്റ്റ് ഫില്ലാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ, നമ്മുടെ പെൻഡ്രൈവ് വോക്സ് വാഗൻ എൻ്റെ കാറിൽ ഉപയോഗിക്കുന്നതാണ്, വോക്സ് വാഗൻ. അപ്പോൾ അതിൻ്റെ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കണ്ടില്ല, അതിനകത്ത് നമുക്ക് അതിനകത്തുള്ള ഫയലുകളൊക്കെ കാണാം. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ് ഉണ്ടല്ലേ. അപ്പോൾ 14.5 ഐ തിങ്ക് 16 GB ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് 14.5 കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിനി ഈ പെൻഡ്രൈവിൽ മൂവീസൊക്കെ കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി കൊണ്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കൊരു മൂവി പെൻഡ്രൈവ് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് MX പ്ലെയർ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂവീസൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് ഫയർ ടി വി സ്റ്റിക്കിൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാണ് ഈ ഒരു അതിന് നമുക്ക് ഈ കേബിൾ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.